ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ ടെല്ലർ. ബോക്സു ഷെൻഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ട അച്ഛൻ, അങ്ങനെയാണെങ്കിൽ നീ അവളുടെ കൂടെ തന്നെ നിൽക്ക് എന്ന് പറഞ്ഞ് എനിക്ക് നിന്നോട് ഒരു സീരിയസ് മാറ്റർ സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നു. ബോക്സു ഒന്ന് ആലോചിച്ചിട്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെന്ന് മാത്രം പറയരുത് എന്ന് പറയുന്നതും ഞാൻ ബോക്സു എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. വന്നപാടെ തന്നോട് ചേർന്നിരിക്കുന്ന കണ്ട് ബോക്സു, അച്ഛനുണ്ട്, നീ എന്നെ ഹഗ് ചെയ്യല്ലേ എന്ന് പറയുന്നു. എന്നാൽ അച്ഛനാണെങ്കിൽ അതൊരു വിഷയമേ അല്ല, യാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്താണ് ചേച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. എല്ലാവരുടെയും ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയേ എന്ന് ചോദിക്കുന്നു. ബോക്സുവിന്റെ അച്ഛൻ ഞാൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് ചേച്ചിയുടെ കൂടെ ഷോപ്പിങ്ങിന് പോകണം എന്ന് പറഞ്ഞ് ബോക്സ് എഴുന്നേക്കുന്നു. അതിന്റെ കൂടെ തന്നെ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേക്കുന്നു. അത് പറ്റില്ല, എനിക്ക് ചേച്ചിയുടെ കൂടെയാണ് ഷോപ്പിങ്ങിന് പോകേണ്ടത് എന്ന് പറഞ്ഞ് ബോക്സ് ചേച്ചിയെ വിളിച്ചുകൊണ്ട് വന്ന് തന്റെ അടുത്തിരുത്തുന്നു. അച്ഛനാണെങ്കിൽ ഇത് ഇഷ്ടാവുന്നില്ല. നീ എന്തിനാ നിന്റെ ചേച്ചിയെ പിടിച്ച് നിങ്ങളുടെ ഇടയിൽ ഇരുത്തിയേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ഞാൻ ബോക്സുവിന്റെ അച്ഛനോട്, ഞാൻ ബോക്സിന് വേണ്ടിയിട്ട് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞ് US ഒരു ഡോക്ടറെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടറൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഒരുപാട് അപ്പോയിന്റ്മെന്റ്സ് ഉള്ളത് കാരണം നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നു. ബോക്സുവിന്റെ അച്ഛനും അത് കുഴപ്പമൊന്നുമില്ല, ഞാനും എന്റെ PAയോട് പറഞ്ഞിട്ടുണ്ട്, അവനും പറഞ്ഞത് ഒരു മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ തന്നെയാണ് എന്ന് പറയുന്നു. വീണ്ടും അച്ഛൻ ബോക്സുവിനോട്, യാനെ നോക്ക്, അവള് നിനക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തരുന്നതെന്ന്, അടുത്ത മാസം തന്നെ അമേരിക്കയിലേക്ക് ട്രീറ്റ്മെന്റിന് പോകാൻ വേണ്ടി റെഡി ആയിക്കോ എന്ന് പറയുന്നു. ഞാനാണെങ്കിൽ ട്രീറ്റ്മെന്റിന് പോകുന്ന സമയത്ത് ഞാനും ഉണ്ട് എന്ന് പറയുന്നു. ഇതൊക്കെ കേട്ട് ബോക്സു, എനിക്ക് എന്റെ ഏജന്റിനോട് കൂടെ സംസാരിക്കണം എന്ന് പറയുന്നു. ഇത് നിന്റെ ശരീരമല്ലേ, നീ എന്തിനാ ഏജന്റിനോട് ചോദിക്കുന്നേ എന്ന് അച്ഛൻ ചോദിക്കുന്നതും ബോക്സു, അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് എന്റെ ശരീരമാണ്, എന്റെ ശരീരം കൊണ്ട് ഞാൻ എന്റെ ഏജന്റിനോട് സംസാരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതിലിപ്പോ എന്താ തെറ്റുള്ളത്? ചെറുപ്പത്തിൽ തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കണം എന്ന് എനിക്ക് പഠിപ്പിച്ചു തന്ന ആളെ അച്ഛനല്ലേ അച്ഛ എന്നവൻ ചോദിക്കുന്നു. അവൻ ഏജന്റിനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അച്ഛന് തീരെ ഇഷ്ടാവുന്നില്ല. അവന്റെ ചേച്ചിയെയും അവന്റെ അടുത്തുനിന്ന് മാറ്റിയിരുത്തുന്നു. ഇപ്പൊ ബോക്സും ചേച്ചിയും സംസാരിക്കുവാണ്. ഞാനാണ് ടോപ്പിക്. അവളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചേച്ചി വീണ്ടും വീണ്ടും പറയുന്നത് കേട്ട് ബോക്സു, ഞാൻ ഇപ്പൊ തന്നെ അവളോട് സംസാരിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്, ഇനി നീയും കൂടെ അച്ഛനെ പോലെ എന്നെ ഫോഴ്സ് ചെയ്യരുത് എന്ന് റിപ്ലൈ കൊടുക്കുന്നു. ചേച്ചി, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ഒരാളാണെന്ന്? ഈ ലോകത്ത് തന്നെ ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്താണെന്നറിയോ? ഫ്രീ ആയിട്ട് ഒരാളെ സ്നേഹിക്കാൻ പറ്റുന്നത്. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ സ്നേഹിക്കാൻ ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? യാനെ നിനക്ക് ആ ഒരു രീതിയിൽ ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം, പക്ഷെ അച്ഛൻ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നടത്താൻ ഉറപ്പിച്ചു വെച്ച പോലെയുണ്ട്. എനിക്കും തോന്നുന്നത് അവൾ നല്ല കുട്ടിയാണെന്നാണ്. ഒരു പെർഫെക്റ്റ് ഗേൾ ഫ്രണ്ട് ആവാൻ അവളെ കൊണ്ട് പറ്റും, പക്ഷെ നീ എപ്പോഴും അവളെ തടയുവാണ്. നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചേച്ചി ചോദിക്കുന്നു. ബോക്സ് ഒന്ന് ആലോചിച്ചുകൊണ്ട് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ചേച്ചി, ഞാൻ ഗസ് ചെയ്യാം, ഷെൻഷനാണോ എന്ന് ചോദിക്കുന്നു. നിനക്ക് എങ്ങനെ അതറിയാം എന്ന് ബോക്സോ അത്ഭുതപ്പെട്ട് ചോദിക്കുന്നു. നിന്റെ ചുറ്റും അതിനാകെ എത്ര ഗേൾസ് ആടാ ഉള്ളേ എന്ന് ചോദിച്ചു ചേച്ചി. എന്നിട്ട് നിന്റെ സ്റ്റോറി പറ. ആക്ച്വലി നിനക്ക് അവളോട് നേരത്തെ ഉണ്ടായിരുന്നത് ഒരു ഡിഫറെന്റ് ഫീലിങ്സ് ആയിരുന്നു എന്ന് എനിക്ക് അറിയായിരുന്നു എന്ന് പറയുന്നു. ബോക്സു, കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്, പക്ഷെ എനിക്ക് അറിയാത്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ചിലപ്പോൾ തോന്നും അവൾക്ക് എന്നെ ഇഷ്ടമാണ്, എന്നാൽ ചിലപ്പോൾ തോന്നും അവൾ എന്നിൽ നിന്ന് ഓടി ഒളിക്കാൻ നോക്കുവാണെന്ന് എന്ന് പറയുന്നത് കേട്ട് ചേച്ചി, നീ മണ്ടനാണോ എന്ന് ചോദിക്കുന്നു. ഞാൻ മണ്ടനൊന്നും അല്ല, ഫസ്റ്റ് ലവ് ആയത് കാരണം എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇത് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ കാര്യവും മനസ്സിലാവും. അല്ലല്ല, ഇത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി വേറെ ഒരു കാര്യവും ബാക്കി ഉണ്ടാവില്ല. പിന്നെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി. അവൾക്ക് എന്റെ ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ ഞാൻ അവളെ ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിക്കും. ഇനി അതും നടക്കില്ല എന്നാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഫാമിലി അങ്ങോട്ട് ഉണ്ടാക്കും. ഇതത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല എന്നവൻ പറയുന്നു. ചേച്ചിയാണെങ്കിൽ ഇതൊക്കെ നീ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എന്നാണ് പറയുന്നത്. ജീവിതം നമ്മൾ സിമ്പിൾ ആയിട്ട് എടുക്കണം, അത് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നിൽക്കരുത് എന്ന് ബോക്സ് ചേച്ചിയെ ഉപദേശിക്കുന്നു. ഇപ്പൊ ബോക്സ് അവൻ വരച്ച ഡിസൈൻസ് കാണിച്ചു കൊടുക്കുന്നു. ചേച്ചിക്ക് അത് ഒരുപാട് ഇഷ്ടാവുന്നു. ബോക്സു, നീ എനിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഫിനിഷ് ചെയ്ത് തരണം. റിങ്ങിൽ അമ്മ എനിക്ക് തന്നിട്ടുള്ള ബ്ലൂ ഫ്ലെയിം വേണം യൂസ് ചെയ്യാൻ. നിനക്കറിയാലോ ബ്ലൂ ഫ്ലെയിം എന്ന് വെച്ചാൽ എനിക്ക് എന്താണെന്ന്. അമ്മ എനിക്ക് വേണ്ടി ബാക്കി വെച്ച ഒരേ ഒരു വസ്തുവാണത് എന്നവൻ പറയുന്നു. ചേച്ചി അവനോട്, ഈ ബ്ലൂ ഫ്ലെയിം എന്ന് പറയുന്നത് ഡയമണ്ട് കട്ടിൽ തന്നെ ഒരു മുന്നേറ്റമായിരുന്നു. റൊമാൻറ്റിക് ഹാർട്ടോട് കൂടെ കൊത്തിയെടുത്ത ഡയമണ്ട്. ഈ റിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾ ട്രൂ ലവിന്റെ മാത്രം പ്രൊമോഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഷെൻഷൻ എപ്പോ നിന്റെ ട്രൂ ലവ് ആണോ എന്ന് ചോദിക്കുന്നു. ബോക്സു, ഇവിടെയുള്ള ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ അത് ഞാനാണ് എന്ന് പറയുന്നു. ചേച്ചിക്കും അതിനെന്താണ് ഉത്തരം കൊടുക്കേണ്ടതെന്ന് അറിയുന്നില്ല. നെക്സ്റ്റ് ഡേ ഷെൻഷൻ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ബോക്സുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അമേരിക്കയിലേക്ക് പോകാനാണ് അവള് പറയുന്നത്. ബോക്സു, നീ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അമേരിക്കയിലേക്ക് പോവുള്ളൂ എന്ന് പറയുന്നത് കേട്ട് ഷെൻഷൻ, ഓക്കെ, അതിന് നിന്റെ ഓപ്പറേഷൻ എന്ന സ്കെഡ്യൂൾ ചെയ്തേക്കുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് അറേഞ്ച് ചെയ്യണം എന്ന് പറയുന്നു. ബോക്സു, അത് മാത്രം പോരാ, ഒരു കണ്ടീഷൻ കൂടെയുണ്ട്. അമേരിക്കയിൽ വെച്ച് ഒന്നുകൂടെ നീ എന്റെ കൂടെ സ്കൈ വീലിൽ കയറേണ്ടി വരും എന്ന് പറയുന്നു. നീ സീരിയസ് ആവ്, തമാശിക്കല്ലേ? ആ കാര്യം നീ ഇനി സംസാരിക്കില്ല എന്ന് എന്നോട് പ്രോമിസ് ചെയ്തതല്ലേ എന്ന് അവള് ചോദിക്കുന്നു. അതിന് ഞാൻ കഴിഞ്ഞ തവണത്തെ സ്കൈ വീലിന്റെ കാര്യമല്ല പറയുന്നത്, പുതുതായിട്ടൊരു റൈഡ് നടത്തണം എന്നാണ് ഞാൻ പറയുന്നത് എന്ന് ബോക്സ് പറയുന്നതായിട്ട് ഷെൻഷൻ, ആ രണ്ട് വാക്ക്, അതായത് സ്കൈ വീൽ എന്ന് പറയുന്ന വാക്ക് ഇവിടെ നീ പറഞ്ഞു പോരുത് എന്ന് പറയുന്നു. ബോക്സു ആണെങ്കിൽ, ശരി, നീ നോ പറഞ്ഞാ പിന്നെ അത് നോ തന്നെയാ. നീ തന്നെ നോക്ക്, ഞാൻ എത്ര നല്ല അനുസരണയുള്ള കുട്ടിയാണെന്ന്. എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്ന പവറും ഫോഴ്സും എല്ലാം നീ ഇല്ലാതാക്കി. നീ ചുമ്മാ ചിരിച്ചാൽ മാത്രം മതി, എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെയുള്ള അവന്റെ സംസാരം കേട്ട് ഷെൻഷൻ മനസ്സിൽ, ഇവൻ എന്തിനാ ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ അവൻ സീരിയസ് ആയിട്ട് പറയുന്നതാണോ അതോ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കുമോ? ഞാൻ
സത്യത്തിൽ വീണുപോയി, ഇനി തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ കണ്ണടച്ച് കിസ് ചെയ്യാൻ നിന്നു കൊടുക്കുന്നു. ബോക്സുവും അവളുടെ അടുത്തേക്ക് വരുന്നു. എന്നാൽ അത് അവളുടെ തോന്നല് മാത്രമാണ്. ഷെൻഷൻ താറാവിന്റെ പോലെ ചുണ്ടും കുറിപ്പിച്ച് തന്നെ നേരെ വരുന്നത് കണ്ട് ബോക്സ് ഞെട്ടുന്നു. കോളിംഗ് ബെല്ല് കേട്ട് കണ്ണ് തുറന്നു നോക്കുന്ന ഷെൻഷൻ കാണുന്നതോ തന്നെ നോക്കി കിളി പോയിരിക്കുന്ന ബോക്സുവിനെ. ഷെൻഷാ, നീ എന്തൊരു സ്റ്റുപ്പിഡാണ് എന്ന് അവൾ അവളോട് തന്നെ ചോദിച്ച് ഡോറ് തുറക്കാൻ ഓടുന്നു. ബോക്സു ആണെങ്കിൽ ഭയാനകം എന്ന് ചിന്തിച്ചിരിക്കുന്നു. ഷെൻഷൻ ഡോറ് തുറക്കുന്നു. യാനാണ്. അവളുടെ സൗണ്ട് കേൾക്കുന്നതും ബോക്സ് വീണ്ടും ഞെട്ടുന്നു. നീ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ, എങ്ങനെ പോകുന്നു എന്ന് യാൻ ചോദിക്കുന്നു. ഞാനിവിടെ ഒറ്റയ്ക്കൊന്നും അല്ല, എന്റെ കൂടെ ഷെൻഷൻ ഉണ്ട് എന്ന് ബോക്സ് റിപ്ലൈ കൊടുക്കുന്നു. യാൻ ഷെൻഷനോട്, അസിസ്റ്റന്റ് ഷെൻഷൻ, ഞാൻ വരുന്ന സമയത്തെല്ലാം നിന്നെ കാണാറുണ്ടല്ലോ എന്ന് പറയുന്നു. അവളിപ്പോ എന്റെ അസിസ്റ്റന്റ് അല്ല, ഏജന്റ് ആണ് എന്ന് ബോക്സ് പറയുന്നു. ഏജന്റോ? ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഏജന്റ് ഒക്കെ ആവണമെങ്കിൽ നിങ്ങൾ എക്സലന്റ് ആയിരിക്കുമല്ലോ എന്ന് യാൻ പറയുന്നു. ബോക്സു അവർക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ പോകുന്നു. യാനും ഷെൻഷനും ആണെങ്കിൽ ഒന്നും സംസാരിക്കാനും ഇല്ല. യാൻ ബോക്സുവിനോട്, നീ അറിഞ്ഞോ നിന്റെ ഓപ്പറേഷൻ അമേരിക്കയിൽ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അങ്കിള് നിന്റെ കൂടെ വരാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടലും എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ആ കാര്യങ്ങൾക്കൊക്കെ കൂടെ വരാൻ എന്റെ ഏജന്റ് തന്നെ മതി എന്ന് ബോക്സു അവളോട് പറയുകയും ചെയ്യുന്നു. ബോക്സുവിന്റെയും ഷെൻഷന്റെയും ആ ഒരു ബോണ്ട് യാനിന് ഇഷ്ടാവുന്നില്ല. യാൻ വീണ്ടും ബോക്സുവിനോട്, നിനക്ക് അസിസ്റ്റന്റിനെ വേണോ എന്ന് ചോദിക്കുന്നു. അസിസ്റ്റന്റോ? എന്റെ അസിസ്റ്റന്റും ഏജന്റും ഇവള് തന്നെയാണ് എന്ന് പറഞ്ഞ് ഷെൻഷനെ കാണിക്കുന്നു. എന്നെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? എനിക്ക് US-ൽ നിന്ന് ഡയറ്റീഷ്യൻ ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്, ഞാൻ തീർച്ചയായും നിന്നെ നന്നായി നോക്കും എന്ന് യാൻ പറയുന്നു. ഷെൻഷനാണെങ്കിൽ ഇതൊക്കെ കണ്ട് ആരെയോ കൊല്ലാൻ പാകത്തിനുള്ള ദേഷ്യത്തിൽ ഇരിക്കുവാണ്. യാൻ ഷെൻഷനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ ഇതൊക്കെ അവന്റെ പേഴ്സണൽ അഫയേഴ്സ് അല്ലേ, അവനോട് തന്നെ ചോദിച്ചോ എന്ന് ഷെൻഷൻ റിപ്ലൈ കൊടുക്കുന്നു. ബോക്സു, എന്നോട് ചോദിക്കാനോ? നീയല്ലേ എല്ലാ കാര്യത്തിന്റെ ഇൻചാർജ്, നമ്മള് നേരത്തെ തീരുമാനിച്ചു വെച്ചതല്ലേ, പിന്നെന്തിനാ ഇതൊക്കെ എന്റെ മേലെ ഇടുന്നേ? നിന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് കെക്സനോട് പറഞ്ഞോ എന്ന് പറഞ്ഞ് അവൻ എസ്കേപ്പ് ആവുന്നു. ഷെൻഷൻ, നീ ഈ കാര്യം ചോദിച്ചതിന് നന്ദിയുണ്ട്, പക്ഷേ എനിക്ക് തന്നെ ഇവന്റെ കാര്യമൊക്കെ നോക്കാവുന്നതേ ഉള്ളൂ. നീ ഇവന്റെ അസിസ്റ്റന്റ് ആയ എനിക്ക് തന്നെ നിന്നെ ബുദ്ധിമുട്ടിക്കേണ്ടി വരും, അതുകൊണ്ട് വേണ്ട എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ നോക്കാം എന്ന് കെക്സിൻ പറയുന്നു. ഞാൻ അത് ഹേർട്ട് ആയിട്ടുണ്ടാവും എന്ന് അറിയുന്നത് കാരണം ബോക്സു അവളുടെ ആ ഒരു സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട്, നിന്നെ പോലെ ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, നിന്നെ ഒരു ദിവസം ഞാൻ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്യാട്ടോ എന്ന് പറയുന്നു. ഇപ്പൊ ഷെൻഷൻ ഓരോന്ന് ചിന്തിച്ച് വീട്ടിലേക്ക് നടന്നു വരുവാണ്. ഞാൻ അവനോട് ക്രഷ് ഉണ്ട്, അവനും അവളെ ഇഷ്ടമില്ലായകയൊന്നും ഇല്ല, അവർ രണ്ടുപേരും എന്തായാലും നല്ല മാച്ചാണ്. ഇനിയിപ്പോൾ അവളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കോ അവൻ എന്നെ യൂസ് ചെയ്യുന്നുണ്ടാവുക? എനിക്ക് കെക്സിനെ തോപ്പിക്കാൻ പറ്റുമോ? ഇല്ലില്ല, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഇതൊന്നും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന സംഗതിയൊന്നുമല്ല എന്നൊക്കെ ചിന്തിച്ച് ഷെൻഷൻ നടക്കുന്നു. ഇപ്പൊ അവൾക്കൊരു കോള് വരുന്നു. സീറോ ആണ്. നീ എവിടെയാ എന്ന് ചോദിച്ച് അവൻ അവളെ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്യുന്നു. ഞാൻ പുതിയ കുറച്ച് സോങ്സ് എഴുതിയിട്ടുണ്ട്, അത് നീ കേൾക്കണമെന്ന് തോന്നി, മാത്രമല്ല കമ്പനി എനിക്ക് പുതിയ അപ്പാർട്ട്മെന്റ് തന്നിട്ടുണ്ട്, നീ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലല്ലോ, സോ അതും കണ്ടോ എന്ന് സീറോ പറയുന്നു. ഇന്ന് പറ്റില്ല, ഞാൻ വീക്കെൻഡിൽ വരാം, യുവാനെയും കൂട്ടാം എന്ന് ഷെൻഷൻ പറയുന്നു. സീറോ ഓക്കെ പറയുന്നു. പൊന്നുമോളെ യുവാനെ, ഇനി ഞാൻ നിന്നെ സഹായിച്ചില്ല എന്ന് നീ പറയരുത് എന്ന് പറഞ്ഞ് ഷെൻഷൻ അവിടുന്ന് പോകുന്നു. ഇവിടെ ബോക്സുവിന്റെ അച്ഛനും പിയയും സംസാരിക്കുവാണ്. മറ്റാരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് ബോക്സുവിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യത്തെക്കുറിച്ചാണ് ബോക്സുവിന്റെ അച്ഛൻ സംസാരിക്കുന്നത്. അച്ഛൻ വീണ്ടും, ബോക്സുവിന്റെ പുതിയ ഏജന്റ് എന്ന് പറയുന്നത് ഷെൻഷൻ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയാണ്, നീ എനിക്ക് വേണ്ടിയിട്ട് അവളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം, കാരണം ലേസൺ കമ്പനി ബോക്സു ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവന്റെ ഓരോ റിലേഷൻഷിപ്പും കമ്പനിയെ ബാധിക്കും എന്ന് പറയുന്നു. പിയെ അതിനെല്ലാം ഓക്കെ പറയുന്നു. ഇപ്പൊ അച്ഛന് സുഖമില്ല എന്ന് പറയുന്നത് കാരണം ബോക്സു ടെൻഷനിൽ വീട്ടിലേക്ക് വരുന്നു. നിങ്ങൾക്ക് എന്താ പറ്റിയേ എന്ന് അവൻ അച്ഛനോട് ചോദിക്കുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിന്നെ വീട്ടിലേക്ക് വരുത്താൻ വേണ്ടി ചെറിയൊരു കള്ളം പറഞ്ഞതാ എന്ന് അച്ഛൻ പറയുന്നു. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കള്ളം പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ബോക്സു അവിടുന്ന് ദേഷ്യപ്പെട്ട് പോകാൻ നിൽക്കുവാണ്. അച്ഛൻ അവനെ പിടിച്ചു നിർത്തി, എനിക്ക് നിന്നോടൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് രാത്രി അമേരിക്കയിലേക്ക് പ്രൈവറ്റ് ജെറ്റിൽ പോകുന്നുണ്ട്, അവന്റെ കൂടെ നമുക്ക് ഇന്ന് രാത്രി തന്നെ അമേരിക്കയിലേക്ക് പോവാം എന്ന് പറയുന്നു. ഞാൻ ഓൾറെഡി ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ ഏജന്റിന്റെ കൂടെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നോളാം എന്ന് ബോക്സുവും പറയുന്നു. അച്ഛൻ അതിന് സമ്മതിക്കുന്നില്ല. എന്നാൽ ഞാൻ ഷെൻഷനെയും കൂടെ കൂട്ടും എന്ന് അവൻ പറയുന്നു. അച്ഛൻ, എന്തിന്? അവൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തല്ലേ, 2 ദിവസം കഴിഞ്ഞ് വന്നോളും എന്ന് പറയുന്നു. ഇവിടെ ഷെൻഷൻ ഡിന്നറിന് പോവാൻ യുവാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ അവൾക്കൊരു കോള് വരുന്നു. ബോക്സു ആണ്. ഞാൻ എന്റെ അച്ഛന്റെ കൂടെ അച്ഛന്റെ ഒരു കൂട്ടുകാരന്റെ പ്രൈവറ്റ് ജെറ്റിൽ അമേരിക്കയിലേക്ക് പോവാണ്, നീ എന്തായാലും ഫിക്സ് ചെയ്ത ദിവസം അമേരിക്കയിലേക്ക് വാ, ഞാൻ എയർപോർട്ടിൽ വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം എന്ന് അവൻ പറയുന്നു. അപ്പൊ ഞാനോ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. ഇല്ല, അവള് ഞങ്ങളെ കൂടെ വന്നിട്ടില്ല, ഞാൻ എന്റെ അച്ഛന്റെ കൂടെയാ പോകുന്നത്, ആ കാര്യോർത്ത് നീ പേടിക്കണ്ട എന്ന് ബോക്സ് പറയുന്നു. പിയെ ആണെങ്കിൽ ബോക്സുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അവൻ ബായ് പറഞ്ഞു കോള് കട്ട് ചെയ്യുന്നു. കോള് കട്ടാവുന്നത് യുവാൻ, ആരാ യാൻ എന്ന് ചോദിക്കുന്നു. അതൊന്നുമില്ല, ബോക്സുവിന്റെ അസിസ്റ്റന്റ് ആവാൻ വേണ്ടി നടക്കുന്ന ഒരുത്തിയാണ്, എന്നാൽ ഞാൻ അവളെ തളർത്തി എന്ന് പറഞ്ഞ് ഷെൻഷൻ യുവാനെയും വിളിച്ച് അവിടുന്ന് പോകുന്നു. ബോക്സ് പിയെയോട്, നിങ്ങൾ എന്താ ഇങ്ങനെ വിയേർഡായിട്ട് നോക്കുന്നേ എന്ന് ചോദിക്കുന്നു. നീ പോകുന്നതിൽ ഒരു സങ്കടമുണ്ട് എന്ന് പിയെ പറയുന്നു. സ്ഥിരതാമസത്തിന് വേണ്ടിയൊന്നും അല്ലല്ലോ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ബോക്സു വീണ്ടും ചോദിക്കുന്നു. അച്ഛനാണെങ്കിൽ ബോക്സുവിനോട് ബിസിനസ് ടേക്ക് ഓവർ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എപ്പോഴത്തെയും പോലെ തന്നെ അവൻ അതിനെ എതിർക്കുകയും ചെയ്യുന്നു. സീറോ ഡിന്നറിനുള്ള ഫുള്ള് സെറ്റപ്പും ചെയ്തിട്ട് ഷെൻഷനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഷെൻഷനും യുവാനും ആണെങ്കിൽ നടന്നു വരുവാണ്.
ഇത്രയും നടന്നു നടന്ന് ഞാൻ ആകെ വേർത്തു. എന്നെ കാണാൻ എന്തോ പോലെയുണ്ടോ, ഒന്ന് നോക്ക്, നീ എന്നെ മര്യാദയ്ക്ക് നോക്ക് എന്ന് പറഞ്ഞ് യുവാൻ അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് ഷെൻഷൻ ഒരു കോള് വരുന്നു. അറ്റൻഡ് ചെയ്തപാടെ ബോക്സുവിന്റെ ചേച്ചി, നീ ഇപ്പൊ തന്നെ എയർപോർട്ടിലേക്ക് പോയിട്ട് ബോക്സു അമേരിക്കയിലേക്ക് പോകുന്നത് തടയണം. എന്റെ അച്ഛൻ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുവാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് അവനെ അമേരിക്കയിൽ നിർത്താൻ തന്നെയാ പ്ലാൻ. അവനെ ഒരിക്കലും ഇനി പാടാൻ സമ്മതിക്കില്ല. അച്ഛന് ബോക്സുവിന്റെ സിംഗിങ് കരിയറിനോട് തീരെ യോജിപ്പില്ല. ഈ ഒരു കാര്യം പറഞ്ഞ് അവർ രണ്ടുപേരും എന്നും വഴക്കായിരിക്കും എന്ന് പറയുന്നത് കേട്ട് ഷെൻഷൻ യുവാനോട് ഒരു എമർജൻസി ഉണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ടാക്സിയിൽ കയറി പോകുന്നു. യുവാനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഷെൻഷൻ ബോക്സുവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവൻ കോൾ എടുക്കുന്നില്ല. ഇപ്പൊ എയർപോർട്ടിലേക്ക് എത്തുന്ന ഷെൻഷൻ പോലീസിന്റെ അടുത്തേക്ക് ചെന്ന് എനിക്കൊരു കാര്യം ഇൻഫോം ചെയ്യാനുണ്ട് എന്ന് പറയുന്നു. ഷെൻഷന്റെ സീരിയസ് ആയിട്ടുള്ള എക്സ്പ്രഷൻ കണ്ട് പോലീസും എന്താണെന്ന് ചോദിക്കുന്നു. അവള് പറഞ്ഞത് മറ്റൊന്നുമല്ല, ഒരു ഐഡിയൽ പ്രൈവറ്റ് ജെറ്റിൽ ഡ്രഗ്സ് കടത്തുന്നുണ്ടെന്നാണ്. സോ ബോക്സ് പോകുന്ന ജെറ്റിന്റെ കാര്യത്തിൽ തീരുമാനമാവുന്നു. ചെക്കിംഗ് കഴിഞ്ഞപ്പോൾ ഡ്രഗ്സ് ഒന്നും പോലീസിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഈ കാര്യം ബോക്സുവിന്റെ അച്ഛനോട് പോലീസ് പറയുന്നു. എന്നിട്ട് ഷെൻഷനോട്, നിങ്ങളുടെ ഉദ്ദേശം നല്ലതായിരുന്നു, പക്ഷേ നിങ്ങൾ ചെയ്ത രീതി ശരിയായില്ല. സാധാരണ പോലീസ് റിസോഴ്സസ് വേസ്റ്റ് ചെയ്താൽ ഞങ്ങൾ പണിഷ്മെന്റ് കൊടുക്കാറാണ് പതിവ് എന്ന് പറയുന്നു. ഷെൻഷനും, സോറി, ഒരു ഏജന്റ് എന്ന നിലയ്ക്ക് ഞാൻ എന്റെ ടാലന്റായ ബോക്സുവിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരുപാട് ടെൻഷനായി. അവന് ഇടയ്ക്കിടയ്ക്ക് മൂഡ് ചേഞ്ച് ഉണ്ടാവാറുണ്ട്, അത് കാരണം ഡ്രഗ്സ് എങ്ങാൻ യൂസ് ചെയ്യുന്നുണ്ടാവൂന്ന് ഞാൻ പേടിച്ചു എന്ന് പറയുന്നു. പോലീസ് ബോക്സുവിനെ ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് വാങ്ങാൻ പോകുന്നതും ബോക്സ് ഷെൻഷനോട്, നിനക്ക് ബോധമില്ലേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ എന്ന് ദേഷ്യത്തിൽ ചോദിക്കുന്നു. ഷെൻഷൻ ബോക്സുവിനോട് എന്തോ പറയുന്നു. അത് കേൾക്കുന്നതും ബോക്സ് തന്റെ അച്ഛനോട്, നിങ്ങൾ എന്നെ അമേരിക്കയിൽ തന്നെ നിർത്താനും എന്റെ സിംഗിങ് കരിയർ ഇല്ലാതാക്കാനുമാണ് ശ്രമിക്കുന്നത് എന്നാണ് ഷെൻഷൻ പറഞ്ഞത് എന്ന് പറയുന്നു. അച്ഛൻ ഷെൻഷനോട്, നിനക്ക് എങ്ങനെ ഈ കാര്യം അറിയാം, നീ എന്റെ മകന്റെ കാര്യം നോക്കി നടക്കണ്ട എന്ന് പറയുന്നു. ഷെൻഷനും, സോറി, അത് പറ്റില്ല, ഞാൻ ഇവന്റെ ഏജന്റാണ്, ഇവൻ എന്റെ ടാലന്റും ആണ്, എന്റെ ജോലി ഇവന്റെ കാര്യങ്ങൾ നോക്കുക എന്നത് തന്നെയാണ്. ഞാൻ നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ പവറിനേക്കാളും ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. എനിക്ക് ഒരിക്കലും നിങ്ങൾ ഈ ഒരു തീരുമാനത്തോട് യോജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബോക്സുവിന്റെ കൈ പിടിച്ച് അവനോട് പോകാം എന്ന് ചോദിക്കുന്നു. അച്ഛൻ ബോക്സുവിനോട്, നീ പോകണ്ട, പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായി എന്ന് പറയുന്നു. ബോക്സു ഇത് കേട്ട് അച്ഛനെ ദേഷ്യത്തിൽ നോക്കി അവിടുന്ന് എഴുന്നേക്കുന്നു. അച്ഛൻ, നീ എന്താ ചെയ്യുന്നേ, നീ അവളുടെ കൂടെ പോയാൽ ഇനി നീ എന്റെ മകനല്ല എന്ന് പറയുന്നു. ഈ സമയത്ത് പോലീസ് അങ്ങോട്ട് വന്ന് ടെസ്റ്റ് നെഗറ്റീവ് ആണ്, നിങ്ങൾക്ക് പോകാം എന്ന് പറയുന്നതും ബോക്സ് ഷെൻഷനെയും കൂട്ടി അവിടുന്ന് പോകുന്നു. അച്ഛൻ ബോക്സുവിനെ ഒരുപാട് വിളിക്കുന്നുണ്ട്, എന്ന് അവൻ നിൽക്കുന്നില്ല. ഇപ്പൊ ഷെൻഷനും ബോക്സുവും അവന്റെ വീട്ടിലാണ്. ബോക്സു ആകെ ഡിപ്രസ്ഡ് ആയി പോയിട്ടുണ്ട്. അച്ഛൻ തന്നോട് ഇങ്ങനെ ചെയ്യുന്ന ബോക്സു ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അവന്റെ പ്രതീക്ഷയെയും വിശ്വാസത്തെയും ഒക്കെ തകർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ അവളെ ഹഗ് ചെയ്ത് ഒരുപാട് കരയുന്നു. ഷെൻഷൻ അവനെ ആശ്വസിപ്പിക്കുന്നു. അവനെ ഒന്ന് കൂളാക്കി അവൻ ഉറങ്ങുന്നത് നോക്കി നിൽക്കുന്ന ഷെൻഷൻ, നീ നന്നായി ഉറങ്ങിക്കോ, നിനക്ക് വേണ്ടി ഞാനും ഉണ്ടാവും എന്ന് പറയുന്നു. ഇവിടെ സീറുവും യുവാനും ഒറ്റയ്ക്കാണ്. ഒരുപാട് ടൈമായിട്ടും ഷെൻഷൻ വരാത്തത് കണ്ട് സീറു യുവാനോട്, 12 മണിയായല്ലോ, എന്താ ഷെൻഷൻ വരാത്തേ എന്ന് ചോദിക്കുന്നു. യുവാനും കാരണം എന്താണെന്ന് അറിയില്ല. സോ അവള്, ഇന്നെന്തോ തിരക്കുണ്ട് അവക്ക്, അതോർത്ത് നീ ഇങ്ങനെ സങ്കടപ്പെടണ്ട, നീ ഇവിടെ വന്നിരിക്കും, നമുക്ക് കഴിക്കാം എന്ന് പറയുന്നു. സീറുവും സാഡായി വന്നിരിക്കുന്നു. യുവാന്, നീ ഈ വൈൻ ഫിനിഷ് ചെയ്യാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറയുന്നു. സീറു, ഞാൻ വൈൻ കുടിക്കാറില്ല എന്ന് പറയുന്നത് കേട്ട് യുവാന്, നിന്നെ പോലെ ഇതുപോലെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഒരു തവണ റൂള് തെറ്റിച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. സീറു ആണെങ്കിൽ ഞാൻ സെൽഫ് ഡിസിപ്ലിൻഡ് ഒന്നുമല്ല എന്ന് പറഞ്ഞ് വൈൻ കുടിക്കുന്നു. പക്ഷേ നീ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്, നീ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്റ്റാർ എന്റർടൈൻമെന്റിലേക്ക് പോയതിനു ശേഷം നീ വേറൊരാളായി, നീ മുഴുവനായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് എന്തായാലും നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ. നീ മുന്നേ സോഫ്റ്റ് ആയിരുന്നു, എന്നാൽ ഇപ്പോ നിന്റെ ടെമ്പർ, എക്സ്പ്രഷൻസ് എല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പൊ നിന്റെ കണ്ണിൽ എന്തോ ശത്രുതയൊക്കെയാ കാണാൻ പറ്റുന്നത്. പക്ഷേ നീ എങ്ങനെയാണോ അങ്ങനെയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ്, നിനക്ക് ഇപ്പോഴും ഷെൻഷനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. സീറോ ഒന്ന് ചിരിച്ചിട്ട്, ഇഷ്ടമാണ്, പക്ഷേ അവളെ ഇഷ്ടപ്പെടാനുള്ള യോഗ്യത എനിക്കില്ല. ഇതിനെല്ലാം കാരണം ഞാനല്ല, ഈ ഇൻഡസ്ട്രിയിലെ റൂൾസ് ആണ്. ഞങ്ങളുടെ കാര്യം ഇതുപോലെ ആയത് ഒരിക്കലും എന്റെ താല്പര്യം കൊണ്ടല്ല എന്ന് പറയുന്നത് കേട്ട് ഞാൻ സാഡ് ആവുന്നു. സീറോ വൈൻ ഒഴിക്കുന്ന സമയത്ത് അവൾ അവന്റെ കൈ പിടിക്കുന്നു. സീറോ ഷോക്കാവുന്നു. യുവാന്റെ നോട്ടവും സംസാരവും ഒന്നും സാധാരണ പോലെ അല്ലാത്തത് കണ്ട് സീറോ, ഒരുപാട് ലേറ്റ് ആയി, ഞാൻ നിന്നെ വീട്ടിലേക്ക് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതും യുവാൻ അവനെ കിസ് ചെയ്യുന്നു. സീറോ ആണെങ്കിൽ ആകെ ഞെട്ടുന്നു. അവൾ അവനെ ഹഗ് ചെയ്ത് പ്രപ്പോസ് ചെയ്യുന്നു. വീണ്ടും കിസ് ചെയ്യാൻ പോകുന്നതും സീറോ മുഖം തിരിക്കുന്നു. യുവാൻ ഇത് കണ്ട്, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ വേദനിപ്പിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, നീ നിന്നെ തന്നെ ഇങ്ങനെ തടഞ്ഞു വെക്കരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, റിലാക്സ്ഡ് ആവ് എന്ന് പറഞ്ഞ് വീണ്ടും അവനെ കിസ് ചെയ്യുന്നു. സീറോവും പെട്ടെന്ന് അവന്റെ ടെൻഷനൊക്കെ മറന്ന് യുവാന്റെ കിസിന് റെസ്പോണ്ട് ചെയ്യുന്നു. സ്റ്റാർ എന്റർടൈൻമെന്റിന്റെയും ഷെൻഷനെയും റൂൾസും എല്ലാം അവൻ ആ ഒരു സമയത്തേക്ക് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അവൻ എന്താണ് ചെയ്യുന്നത് എന്നതിനെ പറ്റി പെട്ടെന്നാണ് അവന് ബോധം വന്നത്. യുവാനോട്, വേണ്ട, എന്നോട് ക്ഷമിക്കുക, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവളെയും തട്ടിമാറ്റി സീറോ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. യുവാനോ ആകെ വല്ലാതായി പോയിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് എത്തിയ സീറോ പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളും ഷെൻഷനെയും എല്ലാം ഓർമ്മ വരുന്നു. നെക്സ്റ്റ് ഡേ രാവിലെ ബോക്സ് ഷെൻഷനും ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്നത് കണ്ട് അവൾ വണ്ടറാവുന്നു. നീ ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യോ എന്ന് ചോദിക്കുന്നു. തീരെ
തീർച്ചയായിട്ടും കുക്ക് ചെയ്യും. എന്നെ കുറിച്ച് നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എന്റെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കഴിവുകളൊക്കെ ഓരോന്നായിട്ട് പുറത്തെടുത്ത് നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ അവളോട് കഴിക്കാൻ പറയുന്നു. ഷെൻഷൻ അത് കഴിച്ചു നോക്കുന്നതും ബോക്സു നന്നായിട്ടില്ലേ, എനിക്ക് ഉറപ്പുണ്ട് ഇതൊക്കെ കഴിച്ചു നോക്കിയാൽ നീ ഒരിക്കലും മിസ്റ്റർ ഗുവിന്റെ റെസ്റ്റോറന്റിലേക്ക് പോവില്ല എന്ന് പറയുന്നതും ഷെൻഷന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് സോറി എനിക്ക് അയാളോട് ആ മംഗോളിയയിലെ ഡോക്ടറെ കുറിച്ച് ചോദിക്കണം എന്ന് പറയുന്നു. ശരിക്കും നീ പോകുന്നുണ്ടോ എന്ന് ഷെൻഷൻ ചോദിക്കുമ്പോ അവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും അമേരിക്കയിലെ പോലെ തന്നെ നല്ലതാണ്, പിന്നെ എന്തിനാ ഇപ്പൊ അമേരിക്കയിലേക്ക് പോകുന്നേ, കൂടാതെ എന്റെ അച്ഛൻ അറിയാത്തൊരു ഡോക്ടറുമാണ്. മിസ്റ്റർ ഗുവിന്റെ മെഡിസിൻ കഴിച്ചപ്പോ തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. ആ മംഗോളിയയിലെ ഡോക്ടറെ കാണാൻ പോയാലും ഇനി അഥവാ രോഗം മാറിയിട്ടില്ലെങ്കിൽ കൂടെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ബോക്സ് പറയുന്നു. ഷെൻഷൻ പക്ഷേ എന്ന് പറയുന്നതും ബോക്സു നിനക്ക് വിയോജിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നതോടുകൂടെ ഈ എപ്പിസോഡ് എടുത്തിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.